ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർപ്പൂവിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ചന്ദ്ര നല്ല രീതിയിൽ ശ്രുതിയെ പൂട്ടുകയാണ്. ശ്രുതിയാണെങ്കിൽ പെട്ടുപോകുന്നുണ്ട്. ഡോക്ടർ സ്കാനിങ്ങിന് എഴുതുകയാണ്, അതുപോലെ തന്നെ 2-3 ടെസ്റ്റിനും എഴുതുന്നുണ്ട്. അങ്ങനെ അവള് ശ്രുതി എങ്ങനെയെങ്കിലും ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് തന്നെ വിചാരിക്കുകയാണ്. അപ്പൊ വാ മോളെ, നമുക്ക് ആദ്യം തന്നെ സ്കാൻ ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് ചന്ദ്ര നിർബന്ധിച്ച് കൊണ്ടുപോകാൻ നിൽക്കുന്ന സമയത്ത് അവള് പെട്ടെന്ന് അവിടെ ഒരു അഭിനയിക്കുകയാണ്. അവിടെ വെച്ചിട്ട് അവള് തന്റെ ഫോൺ വിളിക്കുന്നത് പോലെ ഫോണിൽ നോക്കിയിട്ട് അയ്യോ എന്നിട്ട് ഇങ്ങനെ കരയിനൊക്കെ ചെയ്യുന്നത്, എനിക്ക് എത്രയും പെട്ടെന്ന് പോകണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ കരയുകയാണ് നമ്മുടെ ശ്രുതി. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി നീ കരയാതിരിക്കും, എന്തായാലും സ്കാൻ ചെയ്തിട്ട് നമുക്ക് പോകാലോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആരുടെയെങ്കിലും മരണമായിരിക്കും മിക്കതും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും കേസായിരിക്കും അവൾ ഉദ്ദേശിച്ചിട്ടുള്ളത്, ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ സമയത്താണെങ്കിൽ ഇതൊക്കെ കേൾക്കുന്ന സച്ചിക്ക് അതുപോലെ ചന്ദ്രയ്ക്കും കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അവൾ അവിടെ നിന്നും ഞാൻ പോവാണെന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ സച്ചി തടയുകയാണ്. സച്ചിയെ തട്ടിയിടുകയാണ് നമ്മുടെ ശ്രുതി. അങ്ങനെ അവൾ ഓടിപ്പോവാൻ നിൽക്കുമ്പോൾ പീനി കൂടെ ഓടിച്ചെന്ന് സച്ചിയും അതുപോലെ തന്നെ നമ്മുടെ ചന്ദ്രയും പിടിക്കുകയും അതുപോലെ തന്നെ കാറിന്റെ അരികിൽ നിർത്തിയിട്ട് അവിടെ വെച്ചിട്ട് അവളെ കരണക്കുറ്റി നോക്കി ഒന്നാ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ശ്രുതി പൊട്ടനൊന്നും മനസ്സിലാകാതെ അവൻ ചോദിക്കുന്നില്ല, എന്തിനാ അമ്മ ശ്രുതിയെ തല്ലിയത് എന്ന് ചോദിക്കണം. എടാ നിനക്ക് മനസ്സിലായില്ലേ, ഇവള് ഗർഭിണിയൊന്നുമല്ല, ഇവള് നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഓരോ നുണകൾ പറഞ്ഞ് ഓടിപ്പോകുന്നതാണ് എന്ന് പറയുമ്പോൾ ശ്രുതിക്ക് വല്ലാതെ ടെൻഷൻ ആവുന്നുണ്ട്, വല്ലാതെ വിഷമമാണ്. ഒരിക്കലും അവളിൽ നിന്ന് ഇങ്ങനെ ഒരു കാര്യം പ്രതീക്ഷിച്ചില്ല, ഒരു അമ്മയാകാൻ പോകുന്നു എന്ന് പറഞ്ഞ് തന്റെ കുഞ്ഞിനെ അവന് സ്വപ്നം കണ്ട് നടന്നതാണ് ശ്രുതി. അപ്പോൾ ഇങ്ങനെ ഒരു നുണ പറഞ്ഞതിന് അവളെ ഒട്ടും ക്ഷമിക്കുന്നില്ല. എന്തായാലും അവര് 3 പേരും കാറിൽ കയറി പോകുന്നുണ്ട്. ശ്രുതി ഒരുപാട് ദേഷ്യപ്പെട്ടിട്ട് വളരെ വെറുപ്പോട് കൂടി തന്നെ ആ കാറിൽ കയറി പോവുകയാണ്. തന്റെ ഐഡിയകളൊന്നും നടന്നില്ലല്ലോ, ചീറ്റിപ്പോയ ഒരു സങ്കടത്തിൽ ശ്രുതി അങ്ങനെ നിൽക്കുകയും ചെയ്യുന്ന ഭാഗമാണ് എന്തായാലും നാളത്തെ എപ്പിസോഡിൽ കാണിക്കാൻ പോകുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.